ഗോസിപ്പിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ. ഞാൻ നീതു. നീതു പുതിയൊരാളാണ്. നീതുവിനെ നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെയും വൺ ടിവിയുടെയും ഓണാശംസകൾ. എന്തായാലും നമ്മുടെ ഈ പുതിയ വ്യക്തിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഇത് ആരാണ് എന്താണെന്നൊക്കെ. ഇത് നീതു വളരെ പ്രസിദ്ധയായ ഒരു മോഡലാണ്, ആക്ട്രസ് ആണ്. അയ്യോ, ഇതൊക്കെ കൂടി പോയിട്ടോ. ഞാൻ അത്ര വല്ല മോഡലോ ആക്ട്രസ് ഒന്നല്ല, വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഞാനിതാ ഇവിടെ സെബാന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഗോസിപ്പില് പുതിയ ജ്യൂസി ഗോസിപ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു സംഭവമില്ലേ, മലയാളവും ഇംഗ്ലീഷും കൂടെ കലർത്തി മംഗ്ലീഷ് പറയുന്ന വ്യക്തികൾ. എനിക്ക് മലയാളം അറിയില്ല, കുറച്ച് അറിയാം. ഈ ഒരു ഐറ്റമാണ് ഈ നിൽക്കുന്നത്. ഇന്ന് തോണിക്കൽ പഞ്ചായത്തിലെ എല്ലാ അരിയും നീതു പെറുക്കുന്നതായിരിക്കും. നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാം പെറുക്കാനായിട്ട്, അല്ല നീതു? ശരി, തുടങ്ങാം. ഓക്കെ. അപ്പൊ നമുക്ക് പക്ഷെ ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇന്നും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ അഡ്വൈസ് മരങ്ങളെ കുറിച്ച് പറയാം, അല്ലേ? കുറെ പറയാനുണ്ട്, എങ്കിലും ഞങ്ങൾ ചുരുങ്ങിയ ബാക്കി പറയാം. നമ്മുടെ മക്കളെങ്കിലും ഒരു മരമെങ്കിലും വീടിന്റെ തൊട്ടടുത്ത് നട്ടുപിടിപ്പിക്കാൻ എല്ലാവരും ശീലിപ്പിക്കണം. കാരണം മരങ്ങൾ നശിച്ചു പോകുന്നതോടെ നമ്മളും നശിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയിലെ എല്ലാ ഒരു സെബാൻ, ഇവിടെ മാത്രമല്ല, മിക്ക പ്ലേസസിലും ആൾക്കാർ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രീനറി ആണെന്ന്. പക്ഷെ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മരങ്ങൾ മുറിച്ച് മാറ്റി. പക്ഷെ അത് കൂടാണ്ട് കുറെ വീട്ടിലും കുറെ ഗാർഡനിങ്ങും കുറെ എന്താ പറയാ പ്ലാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. മക്കളെ അങ്ങനെ ഒരു ശീലം ചെറുപ്പത്തിലെ ശീലിപ്പിക്കുക. ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക. മക്കൾ പറഞ്ഞു ഒരു മാവാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ അത് വളർന്നു കഴിയുമ്പോൾ, മക്കൾ വളർന്ന് വലുതായിരിക്കുമ്പോൾ അവർക്ക് ആ മാവിൽ നിന്ന് തന്നെ വിഷമില്ലാത്ത ഫലങ്ങൾ കഴിക്കാൻ വേണ്ടി, ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ നീതുകുട്ടി എന്ത് ചെയ്ത്, അല്ലേ? അല്ല, സൂര്യകുട്ടി. സോറി, നമ്മുടെ സൂര്യ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൂര്യമാളു വലിയൊരു ഒരു ഫാഷൻ ജയിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. മിസ് കേരള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം സൂര്യകുട്ടി പോയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സൂര്യക്ക് വേണം, നന്നായിട്ടുണ്ടാവണം. ഫേസ്ബുക്കിൽ സൂര്യ എം എന്ന് പറയുന്ന ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിലൊന്ന് ലൈക്ക് ചെയ്യണം. എന്തായാലും എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും സൂര്യന്റെ കൂട്ടത്തിൽ ഉണ്ടാവണം. അപ്പൊ ഞങ്ങൾ ഗോസിപ്പിലേക്ക് ഇറങ്ങാണ്. ദാറ്റ്സ് എ ഗോസിപ്പ്. നീതു, നീതു ഒരു ആഫ്രിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു അസുഖത്തെ കുറിച്ച് കേട്ടിരുന്നു. ഇത് എന്ത് അസുഖമാണെന്നറിയോ? ഇത് അസുഖം ബാധിച്ചാൽ എന്താണ് സംഭവിക്കാന്നറിയോ? എക്സാക്ട്ലി എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ ആഫ്രിക്കയിൽ ചാലഞ്ച് ഒക്കെ അത് ഇതിലേക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ ഈ ഡിസീസ് ബാധിച്ചവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവര് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ തലച്ചോറില്ലേ, നമ്മുടെ ബ്രെയിൻ ഒക്കെ ഡെത്ത് ആവും, ഫുൾ പാരാലിസിസ് ആയി പോകും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ ഇതിനെതിരെ നമ്മുടെ സണ്ണി ലിയോൺ ഓൾറെഡി വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് സണ്ണി ലിയോൺ ഈ ഐസ് ബക്കറ്റ് ചലഞ്ച്, ഐസ് തലയിൽ കൂടെ മറിക്കുന്ന സംഭവമാണ്. ഐസ് ഒരു ബക്കറ്റ് നിറച്ച് ഐസ് എടുക്കുക. ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ യോയോ ഹണി സിംഗ് ഇല്ലേ, യോയോ ഹണി സിംഗിനെ വെല്ലുവിളിച്ചു, ഞാൻ ചെയ്തു, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്യേ എന്നുള്ള രീതിയിൽ. ഇതുപോലെ ഞാനും വെല്ലുവിളിക്കുകയാണ്, നീതുവിന് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യും, ചലഞ്ച് ഏറ്റെടുക്കുന്നില്ലല്ലോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും അത് മാത്രമല്ല, വിഭാഷയും അങ്ങനെയുള്ള ഒരുപാട് പേര്, അങ്ങനെ കുറെ പേര് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സണ്ണി ലിയോൺ വെല്ലുവിളിച്ചിരിക്കുകയാണ് യോയോ ഹണി സിംഗിനെ, ഇത് ചെയ്യാൻ. എന്തായാലും ചെയ്താലും ചെയ്തില്ലേലും വെല്ലുവിളി ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കോ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഒരു ദൈവത്തിനറിയാം. എന്തായാലും ചെയ്താലും ചെയ്തില്ലെങ്കിലും വെല്ലുവിളി വന്നാൽ $100 ഇതിലേക്ക്, ഈ ഫണ്ടിലേക്ക് സംഭാവന കൊടുത്തിരിക്കും, അല്ലേ? അപ്പം വെല്ലുവിളി നീതു ഏറ്റെടുത്ത സ്ഥിതിക്ക് നീതു നാളെ തന്നെ ഈ ഫണ്ടിലേക്ക്
$100 സംഭാവന ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സെബാൻ ആദ്യം ചെയ്യും, അത് കഴിഞ്ഞാൽ നീതു ചെയ്യും. എന്നെ ആരും വെല്ലുവിളിക്കാത്ത സ്ഥിതിക്കും എന്നിൽ കാശില്ലാത്ത സ്ഥിതിക്കും ഞാൻ ഫണ്ട് ചെയ്യുന്നതല്ല. നീതു ഒരുപാട് മോഡലൊക്കെ ചെയ്ത് ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. നീതു ചെയ്യുന്നതായിരിക്കും. എന്തായാലും നീതുവിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നീതു ചെയ്യും. സെബാന്റെ വാലറ്റ് എന്റെ കയ്യിലാണ്. അങ്ങനെ ഞാൻ വേഗം ഫണ്ട് ചെയ്യാം. എന്തായാലും നമ്മള് എന്താണ് ഈ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ എല്ലാവർക്കും, ബാധിച്ചവർക്കൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഒരു പാട്ട് കാണാം. ഇപ്പൊ ഒരു വിഷമമൊക്കെ വന്നല്ലേ, നമുക്കൊരു ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. സെബാൻ, ഹോളിവുഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കപ്പിൾ ആരാണെന്നറിയോ? വളരെ ഇനിയൊരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും എന്റെ പെണ്ണും ഹോളിവുഡിലെ. അത് ഞാൻ അങ്ങോട്ട് പോലോ? മതി അതിമോഹം വേണ്ട. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് കപ്പിൾ ബ്രാഡ് പിറ്റ് ആൻഡ് ആഞ്ചലിന. അവരെ പറ്റിയിട്ടുള്ള ഒരു ഗോസിപ്പ് ഉണ്ട്. ആണോ? 2012 അവർ എൻഗേജ്ഡ് ആയിരുന്നു. ഇതിനൊക്കെ ഞാനൊരു രസം അറിഞ്ഞു. ഇവര് കല്യാണം പോലും കഴിക്കാതെ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് എന്തായാലും 3 ഗോൾ അടിച്ചു. എന്തായാലും 3 കുട്ടികളുണ്ടായി. കല്യാണം കഴിച്ചില്ലായിരുന്നു. 3 പിള്ളേരെ അഡോപ്റ്റ് ചെയ്തു. അതാണ് 6 കുട്ടികൾ വേണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് 3 പിള്ളേർ അവർക്ക് തന്നെ ഉണ്ടായി. അതുകൂടാണ്ട് 3 പിള്ളേർ ദത്തെടുക്കുകയും ചെയ്തു. എന്തായാലും പിന്നെന്താണ്, അവര് കല്യാണം കഴിച്ചോ? നന്നായി. കാരണം എന്താണെന്നറിയോ, കുട്ടികൾ വലുതാകുമ്പം മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ രണ്ടുപേരും ഇതിലെല്ലാം നിൽക്കുന്നത് മോശമല്ലേ? പക്ഷെ ആക്ച്വലി 2012 അവർ എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആഞ്ചലീനക്ക് ഷി വാസ് സഫറിംഗ് ഫ്രം ക്യാൻസർ. അത് കാരണം they couldn't get married and ഇപ്പൊ എല്ലാം she is all right. എനിക്ക് തോന്നുന്നത് അഞ്ജലീന ക്യാൻസർ ആയിരുന്ന സമയത്ത്, ഓപ്പറേഷൻ്റെ ഒക്കെ സമയത്ത് ഹസ്ബൻഡായ ബ്രാഡ് പിറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകി കൂടുതൽ. ഇതാണ് ആണുങ്ങൾ. ഒരു വിഷമം വരുമ്പോൾ ഭാര്യമാരുടെ കൂടുതൽ എപ്പോഴും ഹസ്ബൻഡുമാരുണ്ടാവും കൈപിടിച്ച് താങ്ങായിട്ട്. ഇതാണ് ആണുങ്ങളുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. എന്തായാലും സംഭവം ഇതാണ്. ഇവര് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചെങ്കിലും അവസാനം 3 കുട്ടികൾ ഉണ്ടായതിനു ശേഷം അവര് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് വിവാഹിതരായി. 2014 അവരെന്തായാലും അങ്ങനെ ഒരു മംഗളകർമ്മം നടന്നിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി, നീതും ഹാപ്പിയായി അല്ലേ? അങ്ങനെ ഹാപ്പി സന്തോഷം കണ്ട ചിരിയൊക്കെ ഉണ്ട്. അങ്ങ് പൊട്ടി വിടുകയാണ്. എന്തായാലും അവർ കല്യാണം കഴിച്ചതിന്റെ സന്തോഷത്തിൽ നമുക്ക് ഈ ഗോസിപ്പ് വൈൻഡ് ചെയ്യാം അല്ലേ? ദാറ്റ്സ് എ ഗോസിപ്പ്. നീതു, ഒരുപാട് പേർക്ക് ഫേസ്ബുക്കിൽ കുറേ ഇതൊക്കെ ഇല്ല. നീതുനുണ്ടോ? വെറും 10 ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നീ നിൽക്കുന്നത്. അതിന്റെ അഹങ്കാരം ഒന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മളോട്. അതാണ് എന്താ ഭയങ്കര എന്നെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് എനിക്കുണ്ട്. അതെന്തിനാണെന്നറിയോ? ഈ ഫേസ്ബുക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ആൺകുട്ടി ഒരു ഫോട്ടോ ഇട്ടാൽ ഒരാൾ പോലും ലൈക്ക് ചെയ്യില്ല. പക്ഷെ ഒരു പെൺകുട്ടിയാണ് ഇടുന്നെങ്കിലോ എന്ത് വൃത്തിയുടെ ഫോട്ടോ ഇല്ല, ഇനി മുഖം കൊള്ളൂല്ലേ പോലും, ചുമ്മാ ലൈക്ക് അടിക്കും. അപ്പൊ ഇതുപോലെയാണ്. നീതു അങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ടോ ഫേസ്ബുക്കിൽ? അങ്ങനെയല്ല, ഷൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോട്ടോസ് നല്ല ഫോട്ടോസ് നിന്റെ പോലത്തെ കൂറ ഫോട്ടോസ് ഒന്നും ഇടാറില്ല ഞാൻ. എന്തായാലും കൂറ ഫോട്ടോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയാണ്. കൂറ ഫോട്ടോ ഇടുന്ന ഈ കൂറ എന്നുള്ള വാക്ക് ഇടുന്ന ഇതിനാണ് മലയാളം അറിയാൻ പാടില്ലായിരുന്നത്. ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കൊച്ചിൻ്റെ ഇങ്ങനെ സംസാരിക്കുന്നു. നിന്റെ പോലത്തെ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയപ്പോ എനിക്കിങ്ങനെ ഓരോ വാക്കുകൾ ഇപ്പം ഫ്രണ്ട്സിനെ കുറ്റം പറയുന്നു. ഇതാണ് നല്ല ഫ്രണ്ട്സ് ഇല്ലാതെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇനി സെബാൻ എനിക്ക് ഇനിയും കൂടുതൽ ഇതുപോലത്തെ വേർഡ്സ് പഠിപ്പിച്ചു തരും. എന്തായാലും ഈ കൂറാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ പൂനം പാണ്ഡേക്ക് ഒരു അബദ്ധം പറ്റി. പുള്ളിക്കാരത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, പുള്ളിക്കാരത്തിന് അതിന് കരച്ചിലൊക്കെയാണ്. അറിഞ്ഞോ? കണ്ണീരൊഴുക്കി പോസ്റ്റർ ഒക്കെയാണ് അതിന്റെ ഇട്ടിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരത്തേക്ക് മൊത്തത്തിൽ ഒറ്റ പണിയാണ് കിട്ടിയത്. പുള്ളിക്കാരത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതിന്റെ അധികൃതർ അങ്ങനെ ഡിലീറ്റ് ചെയ്തു. ഇനി എന്താണ് നമ്മുടെ ഫോളോവേഴ്സ് എത്ര ഉണ്ടായിരുന്നു? 2.1 മില്യൺ ഫോളോവേഴ്സ് ആയിരുന്നു. ഇതുകൊണ്ടാണ് പൂനം പറയുന്നത്, പ്ലീസ് എന്റെ അക്കൗണ്ട് എങ്ങനെയും തുറന്നു തരൂ. ഇതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇങ്ങനെ കരയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിരുന്നു. അത് നമ്മുടെ സ്വന്തം നീതുവാണ്. നീതുവിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തായാലും സംഭവം ഇതാണ്. പൂനത്തിന്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പൂനം ട്വിറ്റർ വഴി ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുകയാണ്. എനിക്ക് ഇത് പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഞാനത് പറയാൻ പോയത് കാരണം അറിയുന്നു എനിക്കറിയാം. പറഞ്ഞു പൂനം ഫേസ്ബുക്കില് ഇട്ട കുറേ ഫോട്ടോസ്, വെരി വൾഗർ ഫോട്ടോസ്. വൾഗർ, അതും
വൾഗാരിറ്റി ഉള്ള ഒരു എന്താ പറയാ അടിപൊളി സെക്സി ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എല്ലാവരും ഇടാറുണ്ട് അല്ലേ? പക്ഷേ കൂടുതൽ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇത് അതിര് വിട്ടുപോയി. അതിരെന്ന് വെച്ചാൽ ഈ അതിർവരമ്പുണ്ടല്ലോ, വരച്ച വരൻ്റെ അപ്പുറത്തൊക്കെ കടന്ന് ചാടി കിടന്നു പോയത്. അതുകൊണ്ട് നിവൃത്തികളുകൊണ്ട് നമ്മളെ പോലുള്ള ആൾക്കാർ ചീത്തയായി പോകണ്ടല്ലോ എന്ന് അവർക്ക് ചിന്തയുള്ളതുകൊണ്ടാണ് അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. നമ്മളെ പോലത്തെ ആൾക്കാരെന്ന് പറയരുത്, എനിക്ക് വിനയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആയി. പൂനം കരച്ചിലാണ്. പൂനത്തിന്റെ കരച്ചിൽ എത്രയും പെട്ടെന്ന് ഒതുങ്ങട്ടെ. ഞാനൊരു ടവൽ ഇവിടുന്ന് അയച്ചു കൊടുത്താലെന്ന് ആലോചിക്കുകയാണ് പൂനത്തിന് കരയാൻ വേണ്ടി. നിന്റെ പേര് കൂടി എഴുതിയിട്ട് നമ്പറും കൂടി എഴുതാം. എന്തായാലും ഒഴുകി പോകുന്നല്ലേ, ഇനി വിളിച്ചാലോ? എന്തായാലും പൂനം കരഞ്ഞോണ്ടിരിക്കട്ടെ. നമുക്ക് അടുത്ത ഗോസിപ്പിലേക്ക് പോവാം അല്ലേ? ഗോസിപ്പ്